നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണെന്ന് നമുക്ക് പറയാം. പൊൻരാജ ചേട്ടനോട് നമുക്ക് പൊന്നുംതുരുത്തിനെ കുറിച്ച് ചോദിക്കാം. ചേട്ടാ, എന്താണ് ഈ പൊന്നുംതുരുത്തിന്റെ കഥ? ഓരോരുത്തരും ഓരോ കഥയാണ് പറയുന്നത്. പണ്ട് 10,000-20,000 ഏക്കർ ഉണ്ടായിരുന്നു. അത്രയും വലിയ തുരുത്തായിരുന്നു. അത്രയും വലിയ തുരുത്തായിരുന്നു. ഹായ് ഗൈസ്, പൊന്നു തേടി നമുക്കൊരു യാത്ര പോയാലോ? ഈ ബറോസ് നിധി കാക്കുന്ന പോലെ ഇവിടെ തിരുവനന്തപുരത്ത് നിധി കാക്കുന്ന ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിലേക്ക് നിധി തേടി തന്നെയാണ് ഇന്ന് അബാക് മീഡിയയുടെ യാത്ര എന്ന് പറയുന്നത്. എനിക്ക് പിന്നിൽ നിങ്ങൾ കാണുന്നതാണ് ആ തുരുത്ത്. അപ്പോൾ നമ്മളെ അവിടേക്ക് എത്തിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് സുമേഷ് ചേട്ടനാണ്. സുമേഷ് ചേട്ടൻ്റെ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കത് പോയി നോക്കാം. അപ്പോൾ നമുക്കിവിടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ. സേഫ്റ്റി മുഖ്യമായതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ നോവ ബോട്ട് ക്ലബ്, നോഹയുടെ പേടകമല്ല, നോവ ബോട്ട് ക്ലബിന്റെ ബോട്ടിലാണ് ഇപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് ക്യാമറ ഒന്ന് അങ്ങോട്ടാക്കി നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തുരുത്ത്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ വേറെ വെള്ളം ഓടിക്കുന്ന ചേട്ടന്മാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കഥകളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് അറിയണം. ഇവിടെ വള്ളത്തിലൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് പൊൻരാജു. അപ്പൊ പൊൻരാജു ചേട്ടനോട് നമുക്ക് പൊന്നുംതുരുത്തിനെ കുറിച്ച് ചോദിക്കാം. എന്താ എന്റെ കൂടെ നടക്കാവോ? അതുവരെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? എന്നാ വരും. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഞാൻ 28 വർഷമായി ഇവിടുത്തെ ജോലി തുടങ്ങിയിട്ട്. ഈ അമ്പലത്തിന്റെ സ്റ്റാഫാണ് അപ്പൊ? അതെ അതെ അതെ, അമ്പലത്തിലെ സ്റ്റാഫ്. ഇവിടെ എന്തോ നിധിയൊക്കെ ഉണ്ടെന്ന് കേട്ടു ചേട്ടാ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്ത് അറിയത്തില്ല. ആൾക്കാരിങ്ങനെ പലരും പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ എന്താണ് ഈ പൊന്നുംതുരുത്തിന്റെ കഥ? എന്താ ഇത്? പണ്ട് ഇവിടെ അമ്പലമൊന്നും ഇല്ലായിരുന്നെന്ന് പറയും. അപ്പൊ അന്ന് ഈ രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ ഈ യാത്രയൊക്കെ വെള്ളത്തിൽ കൂടെയാണ്. അവർ പോകുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ അവർ സ്റ്റേ ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് പോകുന്നു. കുറേ കാലം കഴിഞ്ഞ ബ്രാഹ്മണന്മാർ വന്നു. അവർ ഒരു അമ്പലമൊക്കെ പണിത് അത് പിന്നെ അമ്പലഭൂമിയാക്കി മാറ്റിയെടുത്ത് അത് അവരുടെ കാലശേഷം, അദ്ദേഹത്തിൻ്റെ കാലശേഷം അവർ പോയപ്പോൾ ഇവിടുത്തെ നമ്മളെ നാട്ടുപ്രമാണി ഇവിടെ ഒരു കുടുംബത്തിനെ ഏൽപ്പിച്ചു. ആ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും ഇത് ഭദ്രമായിട്ട് ഇരിക്കുന്നത്. ഇവിടുത്തെ അമ്പലത്തിലെ ആചാരങ്ങളൊക്കെ എങ്ങനെയാ? ആചാരം രാവിലെ ഒക്കെ 6 മണിക്ക് 6:15 അമ്പലം തുറക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 11 മണിക്ക് അടയ്ക്കും. വീണ്ടും വൈകുന്നേരം 4:30 മണിക്ക് വീണ്ടും അമ്പലം തുറക്കും. വൈകിട്ട് 7 മണിക്ക് തിരിച്ചടയ്ക്കും. അത് അങ്ങനെ നടന്നു പോകുന്നു. ശിവരാത്രിയാണ് ഇവിടുത്തെ മെയിൻ ഉത്സവം. ഈ കടത്തൊക്കെ എങ്ങനെയാ? ഇപ്പൊ ചേട്ടൻ എത്ര നേരം ഉണ്ടാവും? ഇത് നിങ്ങളുടെ 6:15 മണി തൊട്ട് ഉച്ചയ്ക്ക് 11 മണി വരെ ഉണ്ടാവും. വൈകുന്നേരം 4 മണി തൊട്ട് 7 മണി വരെ ഉണ്ടാവും. അത് ഫ്രീ സർവീസാണ്. ഫ്രീ സർവീസാണ്. ക്ഷേത്രത്തിൽ വരുന്നവർക്ക് വേണ്ടി മാത്രം. അപ്പൊ എത്ര ആൾക്കാർ ഒരു ദിവസമൊക്കെ വരുന്നുണ്ട് ഇവിടെ? അത് നമുക്ക് ചില ദിവസങ്ങൾ ആൾക്കാർ വരുന്ന ദിവസമുണ്ട്, വരാത്ത ദിവസവും ഉണ്ട്. ഒരാളും വരാത്ത ദിവസവും ഉണ്ട്. ശിവനാണ് പ്രതിഷ്ഠ അല്ലേ? ശിവ, പാർവതി, വിഷ്ണു 3 പേരുണ്ട്. 3 പേരും ഭഗവാന്റെ മടിയിലാണ് ദേവിനെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനത്തെ പ്രതിഷ്ഠയാണ്. പൂർണ്ണ രൂപത്തിൽ ഇരിക്കുന്നതാണ്. തൊട്ടടുത്ത് വിഷ്ണു ഭഗവാനെയും ഇരുത്തിയിട്ടുണ്ട്. ഈ രൂപം മൊത്തം ഒരു കുടുംബത്തിന്റെയാണ്. ഒരു കുടുംബത്തിന്റെ പ്രൈവറ്റ് ഐലൻഡ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് സർക്കാരിന് ഇടപെടുന്നതിന് പരിധികളൊക്കെ ഉണ്ടാവും. എന്നാലും ഈ ടൂറിസം ഡെവലപ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവിടെ എന്തെങ്കിലും പരിപാടികൾ നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ട്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല. ടൂറിസം ആകുമ്പോഴത്തേക്ക് പല ആൾക്കാർ വന്നിറങ്ങും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിന്റെ പരിപാലനം നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കാവ് സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് സർക്കാരിനോട് ഇതുകൊണ്ട് അവർ എന്തോ ചെറിയ ധനസഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കാവ് സംരക്ഷണത്തിന് വേണ്ടി. ഇവിടെ 2-3 കാവുകളുണ്ട്. 2 കാവ്. 2 കാവുണ്ട്. ഇതാണ് ആദ്യത്തെ കാവ്. ഇതാണ് ആദ്യത്തെ കാവ്. അതെ, നാഗരാജാവും നാഗേക്ഷിയുമാണ് ഈ കാവിൽ കുടികൊള്ളുന്നത് അല്ലെ? അതെ. ഇവിടെയൊക്കെ ഭയങ്കര ക്ലീൻ ആണ്. ഒരു രീതിയിൽ ഇപ്പൊ ഈ വന്ന വഴിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലകൾ കിടക്കുന്നത് വരെ ഡെയിലി നല്ലപോലെ അടിച്ചു വാരി വൃത്തിയാക്കും. അതിന് ആൾക്കാർ പെണ്ണുങ്ങൾ വേറെ ഉണ്ട്. അവർ രാവിലെ വന്ന് എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ട് അവർ പോകും. ചേട്ടാ, ഇപ്പൊ ഈ ഉത്സവത്തിന്റെ സമയത്തൊക്കെ ഇവിടെ മൊത്തം ഈ വള്ളത്തിന്റെ തിരക്കൊക്കെ ആയിരിക്കില്ലേ? ഉണ്ട്. വള്ളം ഈ ആദ്യകാലത്ത് വള്ളങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ ഈ 4 സൈഡിലും ഈ ബോട്ട് സർവീസ് ഉണ്ട്. അവര് ഈ ഉത്സവ സമയത്ത് ഉത്സവ ദിവസം എല്ലാവരും ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് 4 സൈഡിൽ നാളിനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലം വകയായിട്ട് ഇവിടെ പൈസ കൊടുത്ത് ഒരു ബോട്ട് ഇടും. ലാഭം കിട്ടുന്ന ദിവസമാണ്. പക്ഷെ അവര് ദൈവത്തോടുള്ള ആ ഒരു ഇതും അവരെപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നതുകൊണ്ട് ആ ഒരു കണ്ടിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിലാണ്, നല്ല പ്രവർത്തനമാണ്. ക്ഷേത്രക്കുളമാണ് ആ കാണുന്നത്. ഇതാണ് ക്ഷേത്രക്കുളം. ഈ ചവറ് വീഴുന്നതിന് വേണ്ടി മൂടിയിട്ടിരിക്കുന്നതാണ്. ഇത് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കുളം തന്നെയാണ്.
ഓക്കെ, അപ്പൊ ഈ കുളത്തിലാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ശിവരാത്രിയുടെ അന്ന് ഭഗവാനെ കൊണ്ടുവന്ന് ആറാട്ടൊക്കെ നടത്തുന്നത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടതാണ് ഈ തുരുത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശിവപാർവതി വിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത്. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള, എന്താ പറയാ, നമുക്ക് അത്രയും സമാധാനം തോന്നുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ അമ്പലത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ഇനി ഇത് മാത്രമല്ല, ഇവിടെ ഭയങ്കരമായി നല്ല പ്രകൃതിദത്തമായ ഒരുപാട് സൗന്ദര്യം കൂടി ഉണ്ട് ഈ സ്ഥലത്തിന്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു കാട്ടിലാണിത്. നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണെന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു വിശ്വാമിത്രൻ തപസ് ഇരിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എവിടെയാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അല്ല, ഇവിടെ ചേട്ടൻ ഇപ്പൊ ഉണ്ട്. ഇനി ഇദ്ദേഹമാണോ ഇവര് പറയുന്ന ഈ വിശ്വാമിത്രൻ? അറിയില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ചേട്ടൻ വലിയ മൈൻഡ് ഒന്നും ഇല്ല. വിശ്വാമിത്രൻ തപസ്സിലാന്നോ ഇനി? ചേട്ടാ, തപസ്സാന്നോ? തപസ്സല്ല, ചേട്ടനാണ് ഇവിടുത്തെ വിശ്വാമിത്രൻ. ഞാനാണ് ഇവിടുത്തെ വിശ്വാസം. കണ്ടിട്ട് ആ ഒരു ലുക്ക് ഇല്ലേ, ചെറുതായിട്ട് എവിടെയോ ഒരു വശവിശൊക്കെ എന്താ ശരിക്കുള്ള പേരെന്താ? എന്റെ പേര് സുന്ദരേശൻ എന്നാണ്. സുന്ദരേശൻ എന്നാണ്. ചേട്ടാ, ഇവിടെ ഒരു വിശ്വാമിത്രന്റെ മേനകയുണ്ട് ഞാൻ കേട്ടു. എവിടെയാ? പിന്നെ ഓക്കെ, ഇതാണ് ദ ഗ്രേറ്റ് വിശ്വാമിത്രൻ. ഇതാണ് പുള്ളിയുടെ തപസ്സടക്കാൻ കിടക്കുന്ന മേനകേനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ല, ഈ മേനകേനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ തപസ്സൊന്നും വിശ്വാമിത്രനെ തെറ്റ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെ? ഇതെന്താ വിശ്വാമിത്രന്റെ ബാക്കി അവിടെ പോയി? തല മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ നശിച്ചു പോയതാണ് കേട്ടാ. ചേട്ടനിപ്പോ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അപ്പം മുതൽ നിങ്ങൾ തന്നെയാണോ? ഞാൻ ഒരു 5-6 വർഷം ആയി ഇവിടെ വന്ന് തുടങ്ങിയിട്ട്. വല്ലപ്പോഴൊക്കെ ഇവിടെ എനിക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും മറ്റേ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം, അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇവിടെ വരും. വന്ന് കുറെ നേരം ഇരുന്ന് മേനകേനെ ചുറ്റിപ്പറ്റിട്ടാണോ നടപ്പൊക്കെ? അങ്ങനെയൊക്കെ ഉണ്ട്. തെറ്റില്ല ഞാൻ ചോദിച്ചത്. ചേട്ടാ, എന്താണ് ഈ പൊന്നുന്തുരുത്തിന്റെ കഥ? ഓരോരുത്തരും ഓരോ കഥയാണ് പറയുന്നത്. അത് ഇവിടെ അടുത്താണ് ആറ്റിങ്ങൽ കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ പടയോട്ട സമയത്ത് ഈ സ്വർണ്ണങ്ങളൊക്കെ മോഷണം അടിച്ച് മാറ്റിക്കളെ. അപ്പൊ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒളിച്ച് കുഴിച്ചിടും. അതുകൊണ്ട് പൊന്നുകൊണ്ട് ഇവിടെ ഒളിച്ചിട്ട സ്ഥലത്താണ് ഈ പൊന്നും തുരുത്തായത്. ഓ, ഇനിയിപ്പോ അഥവാ മറ്റേ യുദ്ധത്തിലൊക്കെ അങ്ങ് തോറ്റു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇവിടെ കുഴിച്ച പൊന്നൊക്കെ കിട്ടും. അതോ പുള്ളി എടുത്തിട്ട് പോയോ? ഇത് കുഴിച്ചു നോക്കാം. പക്ഷെ കുഴിച്ചു നോക്കി കിട്ടിയില്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യാം, നല്ല കൃഷികൾ ചെയ്യാം. അതൊരു പോയിന്റ് ആണെങ്കിൽ പൊന്നൊക്കെ തിരിച്ച് രാജാക്കന്മാര് കൊണ്ടുപോയോ അതോ ഇവിടെ തന്നെ ഉണ്ടോ? അതിവിടെ വെച്ചേക്കോ? അതൊക്കെ ഒരു അപ്പോഴേ കൊണ്ടുപോയി. സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടി അന്നത്തെ പരിപാടി അല്ലേ? അത്രേ ഉള്ളു. ഏട്ടാ, ഇതിപ്പോ എത്ര സ്ഥലം ഉണ്ടാവും? ഇത് പണ്ട് 10-18 ഏക്കർ ഉണ്ടായിരുന്നു. അത്രയും വലിയ തുരുത്തായിരുന്നു. അത്രയും വലിയ തുരുത്തായിരുന്നു. പിന്നെ ഈ മണലൊക്കെ എടുത്ത് കര ഇടിഞ്ഞിടിഞ്ഞു പോയി. ഇപ്പൊ ഒരു 4-5 ഏക്കറിന് അകത്തേ ഇപ്പോഴും വരുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോഴും മണലെടുപ്പൊന്നും ഇല്ല, അത് നിലനിർത്തി ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷെ പണ്ടേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ദ്വീപ് നിലനിന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ദ്വീപ് എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു. പക്ഷെ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ദ്വീപ് കാണാൻ കഴിയും. ടൂറിസം ഏരിയ അത് വന്നത് കുട്ടികൾ ചിൽഡ്രൻസ് പാർക്ക് വേണം, അങ്ങനെ കുറെ സൗകര്യങ്ങളൊക്കെ വേണമായിരുന്നു. സൗകര്യങ്ങളൊക്കെ പൊന്നുന്തുരുത്തിന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. അങ്ങോട്ട് പോവാം. അപ്പോ ഇത് വേറൊരു എൻട്രൻസ് ആണ്. ഇത് വേറെ എൻട്രൻസ് ആണ്. ഓക്കെ, ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് ആണ് അല്ലേ? നമ്മള് വള്ളത്തിൽ വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് വരുന്നത്, ആ ഭാഗത്തുനിന്നേ. നമ്മള് ബോട്ടിലാവോണ്ടാണ് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയത്. ഓക്കെ, ഇവിടുത്തെ വള്ളം ഓടിക്കുന്ന ചേട്ടന് വയ്യാണ്ടായതുകൊണ്ടാണ് നമ്മള് ബോട്ടിൽ വന്നത്. അതെ, മരം രണ്ടായിട്ട് കീറിയിരിക്കുകയാണ്. കാട്ടുപോത്തിന്റെ കൊമ്പ് മാതിരിയാണ്. ശരിയാണ്, നമ്മൾ അതിനൊന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുരുത്തിനെ ആശ്രയിച്ച് ഈ വള്ളം തുഴയുന്ന അല്ലെങ്കിൽ ബോട്ട് ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ ജീവിക്കുന്നത് അവരുടെ ജീവിതമാർഗം തന്നെ ഈ തുരുത്താണെന്ന് പറയാം അല്ലെ? അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഈ കായലിന് ചുറ്റും മീൻ കൃഷികളൊക്കെ നടക്കുന്നുണ്ട്.
ബോട്ട് ജീവിതം അല്ലെങ്കിൽ തോണി തുഴഞ്ഞുകൊണ്ടൊക്കെ ജീവിതമാർഗമായി ജീവിക്കുന്ന കുറെ മനുഷ്യരും ഈ തുരുത്തിനെ ആശ്രയിച്ച് ഈ നാട്ടിൻപുറത്ത് തന്നെ ഉണ്ടെന്നാണ്. എന്തായാലും ഒരുപാട് സ്നേഹം. താങ്ക് യു നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്. ഓക്കെ, ഞാനിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഡസ്റ്റ്ബിൻ. അത്രയും അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഈ സ്ഥലം മൊത്തം പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ആശയത്തോടു കൂടി ഇവർ വെച്ചിരിക്കുന്നതായിരിക്കണം ഈ ഡസ്റ്റ്ബിൻസ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ ഡസ്റ്റ്ബിൻ കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ഒരു പൊതുസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡസ്റ്റ്ബിൻ നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. ആൻഡ് ഇതെല്ലാം മുക്കിലും മൂലയിലും ഇവർ വെച്ചിട്ടുമുണ്ട്. കാരണം ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്സ് ഒന്നും നിലത്തിടാതിരിക്കാനും ഈ പ്രകൃതിയെ ഇതുപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഇവരിത് ചെയ്തിട്ടുണ്ടാവുക. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, പണ്ട് വയലാർ എഴുതിയ വരികളാണ്. ഇതിനെ അത്രത്തോളം അന്വർത്ഥമാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പൊന്നിൻതുരുത്ത് എന്ന് പറയുന്നത്. നമുക്കിവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സായിട്ട് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ, അല്ലെങ്കിൽ നമ്മുടെ ജോബിൻ്റെ ഹെക്റ്റിക്കൊക്കെ കാര്യങ്ങളൊക്കെ ഈ തല പുണ്ണായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിങ്ങളൊരു അരമണിക്കൂർ അങ്ങ് ഇരുന്നായില്ലേ, എൻ്റെ ഈശ്വര അത്രയും പീസ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന ഈ സ്ഥലം ഇതുപോലെ കാത്തു സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വരിക, അല്ലാതെ പ്ലാസ്റ്റിക് വലിച്ചെറിയാനൊന്നും ഈ വഴിക്ക് വരാതിരിക്കുക. എന്തായാലും ഇത്രയും മനോഹരമായ ഇനിയും സ്ഥലങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. മറ്റൊരു സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാം.